ഹായ് ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ടു ചോക്ക്ബോർഡ് സ്റ്റോറീസ്. അപ്പം നമ്മുടെ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് 2024 കേരള ജോഗ്രഫിയുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ PSC ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ്. അതായത് നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ബയോളജി ക്ലാസ് ചെയ്ത പോലെ തന്നെ LGS ലെവല്, അതേപോലെ തന്നെ എന്താണ് +2 10th ലെവല്, അതേപോലെ +2 ലെവല്, ഡിഗ്രി ലെവല്, ഇത്രയും ലെവൽസിൽ PSC നടത്തിയിരിക്കുന്ന എല്ലാ എക്സാംസിൻ്റെയും ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ അനലൈസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പം ഇതാണ് നമ്മുടെ LDC മെയിൻസിൻ്റെ സിലബസ് എന്ന് പറയുന്നത്. ഇതാണ് കേരളം ഭൂപ്രകൃതി, ജില്ലകൾ, സവിശേഷതകൾ, നദികളുണ്ട്, കാലാവസ്ഥ, സ്വാഭാവിക സസ്യപ്രകൃതി, വന്യജീവി, കൃഷിയും ഗവേഷണ സ്ഥാപനങ്ങളും, ധാതുക്കളും വ്യവസായവും, ഊർജ്ജ സ്രോതസ്സുകൾ, റോഡ്, ജലം, റെയിൽവേ, വ്യോമ ഗതാഗത സംവിധാനങ്ങൾ. ഇത്രയും ടോപ്പിക്കിൽ നിന്നാണ് നമുക്ക് ഈ ജോഗ്രഫി പോർഷനിൽ നിന്ന് നമുക്ക് ക്വസ്റ്റ്യൻസ് ചോദിക്കാറ്. അപ്പോൾ എന്ത് ചെയ്യാം, നമുക്ക് ഓരോരോ ക്വസ്റ്റ്യനും അതുമായിട്ട് ബന്ധപ്പെട്ട കണക്റ്റഡ് ഫാക്ട്സും ഒക്കെ പഠിച്ച് നമുക്കൊരു ക്വിക്ക് റിവിഷൻ ചെയ്യാം. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. കേരളത്തെ സംബന്ധിച്ച അടിസ്ഥാന വിവരണങ്ങളിൽ ശരി അല്ലാത്തതാണ് നമുക്ക് വേണ്ടത്. കേരളത്തിന്റെ തെക്ക് വടക്ക് നീളം എന്ന് പറയുന്നത് എത്രയാണ്? 560 കിലോമീറ്റർ ആണ് തെക്ക് വടക്ക് നീളം. ഓക്കെ, അത് ശരിയാണ്. തെക്ക് വടക്ക് നീളം 560. കേരളത്തിന്റെ കടൽ തീര ദൈർഘ്യം എന്ന് പറയുന്നത്, കടൽ തീരം എത്രയാണ്? അത് 580 കിലോമീറ്റർ ആണ്. 590 എന്താണ് ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റ് സൈറ്റ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ അത് 590 കിടക്കുന്നത്. അപ്പൊ അതും എന്ത് ചെയ്യുന്നുണ്ട്, PSC ചിലപ്പോൾ ആൻസർ ആയിട്ട് തരാം. 580 അല്ലെങ്കിൽ 590 വരും കേട്ടോ. കേരളത്തിലെ ഏറ്റവും ഉയരമുള്ള സ്ഥലമാണ് അഗസ്ത്യകൂടം. ഏറ്റവും ഉയരമുള്ള സ്ഥലം ഏതാണ്? അഗസ്ത്യകൂടമാണോ? അല്ല, അത് ആനമുടിയാണ്. അപ്പൊ 2 തെറ്റാണ്. അപ്പൊ നമുക്ക് നോക്കിക്കേ, ശരിയല്ലാത്തതാണ് നമുക്ക് വേണ്ടത്. ഒന്ന് ശരിയാണെന്നറിയാം. അപ്പൊ ഇതല്ല ആൻസർ. ഇനി എന്താണ്? ഒന്നുകിൽ 2, 3 അല്ലെങ്കിൽ എന്താണ് 2 മാത്രം അല്ലെങ്കിൽ 3 മാത്രം. കേരളത്തിലെ ഏറ്റവും താഴ്ന്ന പ്രദേശമാണ് കുട്ടനാട്. നമുക്കറിയാവുന്ന കാര്യമാണ് അല്ലെ. സമുദ്രനിരപ്പിൽ നിന്നും താഴെയുള്ള പ്രദേശമാണ് കുട്ടനാട്, നമ്മൾ പഠിക്കുന്നുണ്ട്. സോ ആൻസർ ശരിയാണ്. അപ്പൊ ഇവിടുത്തെ ഏതാണ് ശരി അല്ലാത്തതെന്ന് പറയുമ്പോൾ ഓപ്ഷൻ ഏതാണ്? 2 മാത്രമാണ് നമുക്കിവിടെ ആൻസർ ആയിട്ട് വരേണ്ടത്. ഈ പറയുന്ന ഏറ്റവും ഉയരമുള്ള പ്രദേശം ഏതാണ്? അത് ആനമുടിയാണ്. ആനമുടി 2695 മീറ്റർ ആണ് ആനമുടിയുടെ ഉയരം എന്ന് പറയുന്നത്. നമ്മുടെ മൂന്നാർ ദേവികുളം അല്ലെ, ദേവികുളത്താണ് ഈ പറയുന്ന ആനമുടി സ്ഥിതി ചെയ്യുന്നത്. അതേപോലെ തന്നെ ഈ അഗസ്ത്യകൂടം എന്ന് പറയുന്നത് നമ്മുടെ ബയോളജിക്കൽ പാർക്കാണ്. അത് എവിടെയാണ്? തിരുവനന്തപുരം ജില്ലയിലെ നെടുമങ്ങാടാണ്. ഇന്ത്യയിലെ ആദ്യത്തെ ബയോളജിക്കൽ പാർക്കാണ് ഈ പറയുന്ന അഗസ്ത്യകൂടം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ആൻസർ ആയിട്ട് വരേണ്ടത് 2 മാത്രമാണ് ഇവിടെ തെറ്റെന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. കേരളത്തിലെ നദികളെ സംബന്ധിച്ച പ്രസ്താവനകളിൽ ശരിയാണ് നമുക്ക് വേണ്ടത്. കിഴക്കോട്ട് ഒഴുകുന്ന നദികളാണ് കബനി, ഭവാനി, പാമ്പാർ. ശരിയാണ്. പെരിങ്ങൽകൂത്ത് ജലവൈദ്യുത പദ്ധതി പെരിയാറിൽ സ്ഥിതി ചെയ്യുന്നു. പെരിങ്ങൽകൂത്ത് എവിടെയാണ്? പെരിങ്ങൽകൂത്ത് പെരിയാറിലല്ല, അത് ചാലക്കുടി പുഴയിലാണ് പെരിങ്ങൽകൂത്ത് പദ്ധതി. അപ്പൊ എന്താണ്? ഇത് തെറ്റാണ്. 2 ഉള്ളതൊക്കെ അങ്ങ് കട്ട് ചെയ്തോ. ഓക്കെ, 1 ശരിയാണെന്നറിയാം. അപ്പൊ ആൻസർ ഏതായിരിക്കും? 1ഉം 3ഉമാണ് ശരി. ഏറ്റവും നീളമുള്ള നദികളിൽ 2ാം സ്ഥാനമാണ് ഭാരതപ്പുഴയ്ക്ക്. 1ാം സ്ഥാനം ആർക്കാണ്? 1ാം സ്ഥാനം നമ്മുടെ പെരിയാറിനാണ്. 244 കിലോമീറ്റർ ആണ് പെരിയാറിന്റെ നീളം എന്ന് പറയുന്നത്. 2ാം സ്ഥാനം ഭാരതപ്പുഴയ്ക്കാണ്. ഭാരതപ്പുഴ എത്രയാണ്? 209 കിലോമീറ്റർ ആണ്. 3ാം സ്ഥാനം ആർക്കാണ്? പമ്പയ്ക്കാണ്. 176 കിലോമീറ്റർ ആണ് പമ്പയുടെ നീളം എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. കേരളത്തിലെ കായലുകളെ സംബന്ധിച്ച പ്രസ്താവനകളിൽ ശരി അല്ലാത്തവ. ഇത് നമ്മുടെ 19/2024 എന്ന് പറയുന്ന ക്വസ്റ്റ്യൻ പേപ്പർ കോഡാണ്. ഇതിൽ തന്നിരിക്കുന്ന ഒരു 8ഓളം ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. ഈ 8 ക്വസ്റ്റ്യനും സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ആയിരുന്നു. ഈ പറയുന്ന ജോഗ്രഫി പോർഷനിൽ നിന്ന് ചോദിച്ച 8ഉം സ്റ്റേറ്റ്മെന്റ് ആയിരുന്നേ. നോക്കാം നമുക്ക്. കേരളത്തിലെ ശാസ്താംകോട്ട കായൽ കൊല്ലം ജില്ലയിൽ സ്ഥിതി ചെയ്യുന്നു. ശാസ്താംകോട്ട എവിടെയാണ്? കൊല്ലം ജില്ലയിലാണ്. ഓക്കെ, അപ്പൊ ഇത് ശരിയാണ്. കേരളത്തിലെ ഏറ്റവും വലിയ കായലാണ് അഷ്ടമുടി ആണോ? അഷ്ടമുടി ആണോ കേരളത്തിലെ ഏറ്റവും വലിയ കായല്? ഏറ്റവും വലിയ കായൽ എന്ന് പറയുന്നത് അത് വേമ്പനാട്ടാണ്. അപ്പൊ എന്താണ്? 1 ശരിയാണെന്നറിയാം. നമുക്ക് വേണ്ടത് ശരിയല്ലാത്തതാണ്. അപ്പൊ 1 ആൻസർ അല്ല, അതല്ല ആൻസർ എന്ന് മനസ്സിലായി. സമുദ്രനിരപ്പിൽ നിന്നും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന പൂക്കോട് കായൽ വയനാട്ടിൽ സ്ഥിതി ചെയ്യുന്നു. പൂക്കോട് എവിടെയാണ്? പൂക്കോട് വയനാട് അല്ലെ. പൂക്കോട് തടാകം വയനാട്ടിലാണ് സ്ഥിതി ചെയ്യുന്നത്. അപ്പൊ ഇതും ശരിയാണ്. അപ്പൊ ആൻസർ വരേണ്ടത് ഏതാണ്? ഓപ്ഷൻ ബി. 2 മാത്രമാണ് ഇവിടെ ശരിയായിട്ട് വരേണ്ടത്. ഓക്കെ, അപ്പൊ നമുക്കറിയാം കായലുകളിൽ നമുക്ക് വേമ്പനാട്ട് കായലാണ് ഏറ്റവും വലുത്. പക്ഷെ ശുദ്ധ ജല തടാകങ്ങളിൽ ഏറ്റവും വലുത് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഏതാണ്? അത് ശാസ്താംകോട്ടയാണ്.
ഓക്കെ, അഷ്ടമുടി എവിടെയാണ്? അഷ്ടമുടി കായൽ, അഷ്ടമുടി എന്ന് പറയുന്ന അഷ്ടമുടി, അഷ്ടം എന്ന് പറഞ്ഞാൽ എത്രയാണ്? 8. അതായത് നീരാളി പോലെ ഇങ്ങനെ 8 ശാഖകളായിട്ട് പനയോലയുടെ ആകൃതിയിൽ കാണപ്പെടുന്നതൊക്കെ പറഞ്ഞ് നമ്മൾ പഠിക്കുന്നുണ്ട്. അതൊക്കെ ഏതാണ്? അഷ്ടമുടി കായലാണ്. അത് നമ്മുടെ കൊല്ലം ജില്ലയിലാണ്. നമുക്കറിയാം കായലുകൾ എന്ന് പറയുന്നത് മൊത്തം നമുക്ക് 44 നദികൾ എന്ന് പറയുന്ന പോലെ തന്നെ 34 കായലുകളുണ്ട്. അതിൽ 27 എന്താണ്? കടലുമായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ളതാണ് 27. 7 ഉൾനാടൻ ജലാശയം എന്ന് പറയുന്നത്. ഓക്കെ, അങ്ങനെ മൊത്തം 34 കായലുകളാണ് നമുക്ക് ഉള്ളത്. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരി ആയത് കണ്ടെത്താൻ ഇവിടെ നമുക്ക് എന്താണ് വേണ്ടത്? ശരിയാണല്ലേ വേണ്ടത്, ശരിയായ പ്രസ്താവനയാണ് വേണ്ടത്. കൊല്ലത്തെ തമിഴ്നാടുമായി ബന്ധിപ്പിക്കുന്ന ചുരമാണ് താമരശ്ശേരി ചുരമാണോ? കൊല്ലമല്ല, അത് വയനാടാണ് അല്ലേ. വയനാടും എന്തുമായിട്ടാണ്? തമിഴ്നാടുമായിട്ടല്ല, നമുക്ക് ഒന്നുകിൽ പറയാം കോഴിക്കോടും എന്താണ് മൈസൂരുമായിട്ട് കണക്ട് ചെയ്യുന്നതാണ് ശരിക്കും താമരശ്ശേരി ചുരം എന്ന് പറയുന്നത്. അതായത് കോഴിക്കോട് ടു വയനാടാണ്, അവിടെ നിന്ന് മൈസൂരേക്ക് പോകാനുള്ള റൂട്ടാണ് ഈ താമരശ്ശേരി ചുരം എന്ന് പറയുന്നത്. അപ്പൊ എന്താണ് നമുക്ക് ശരിയായതാണ് വേണ്ടത്. ഇത് തെറ്റാണ് ആൻസർ. ഓക്കെ, 1 തെറ്റാണ്. നേരെ ഓപ്ഷനിലേക്ക് പോകുക. 1 ഉള്ളതെല്ലാം കട്ട് ചെയ്തു. എല്ലാം ശരിയാണെന്ന് പറയുമ്പോൾ അവിടെയും എന്തുണ്ട്? 1 ഉണ്ട് അല്ലെ. 1 തെറ്റാണ്. ബാക്കി അപ്പൊ ആൻസർ ഏതായിരിക്കും? 2, 3 ആയിരിക്കും ശരി. വയനാട് ചുരം സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാണ്? കോഴിക്കോട് അല്ലെ. വയനാട് ചുരം എന്ന് പറഞ്ഞാലും അത് എവിടെയാണ്? അത് കോഴിക്കോട് ജില്ലയിലാണ്. കേരളത്തിലെ ഏറ്റവും വലിയ ചുരമാണ് ഏത്? പാലക്കാട് ചുരം. ഈ പാലക്കാട് ചുരം എന്ന് പറയുന്നത് പാലക്കാടിനെ എന്തുമായിട്ട്? നമ്മുടെ കോയമ്പത്തൂരുമായിട്ട് കണക്ട് ചെയ്യുന്നതാണ് എന്തെന്ന് പറയുന്നത്? ഈ പറയുന്ന പാലക്കാട് ചുരം. ഈ പാലക്കാട് ചുരം അതേപോലെ തന്നെ എന്താണ്? പാലക്കാട് ചുരത്തിലൂടെ ഒഴുകുന്ന നദി ചോദിക്കാറുണ്ട്. അതേതാണ്? നമ്മുടെ ഭാരതപ്പുഴയാണ് പാലക്കാട് ചുരത്തിലൂടെ ഒഴുകുന്ന നദി. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. കേരളത്തിലെ മത്സ്യബന്ധന തുറമുഖങ്ങളും അവ സ്ഥിതി ചെയ്യുന്ന ജില്ലകളും ശരിയായ രീതിയിൽ യോജിച്ചവ കണ്ടെത്തുക. നീണ്ടകര. നീണ്ടകര എവിടെയാണ്? തിരുവനന്തപുരം അല്ല. നീണ്ടകര എന്ന് പറയുന്നത് കൊല്ലം ജില്ലയിലാണ്. അഴീക്കൽ ബീച്ച് ഉണ്ട്, അത് നിങ്ങൾ തിരിഞ്ഞു പോകരുത്. അഴീക്കൽ ബീച്ച് കൊല്ലത്താണ്, പക്ഷെ അഴീക്കൽ തുറമുഖം എവിടെയാണ്? അത് കണ്ണൂരാണ്. ഓക്കെ, അപ്പൊ ഏതാണ്? അഴീക്കൽ തുറമുഖം കണ്ണൂര്. ഇത് ശരിയാണ്. നമുക്ക് വേണ്ടത് ശരിയായതല്ലേ, ശരിയായ രീതിയിൽ യോജിച്ചവയാണ്. 2 ശരിയാണ്, 1 തെറ്റാണെന്നറിയാം. സോ 1 ഉള്ളതെല്ലാം അങ്ങ് കട്ട് ചെയ്തോ. ആൻസർ ഏതായിരിക്കും? 2, 3 ബാക്കി ഒന്നും നിങ്ങൾ വായിക്കണ്ട, അപ്പോഴത്തന്നെ ആൻസർ കിട്ടിയല്ലേ. പൊന്നാനി മലപ്പുറമാണ്. പിന്നെന്താണ്? കായംകുളം എവിടെയാണ്? കായംകുളം നമുക്കറിയാം ആലപ്പുഴ ജില്ലയിലാണ് കായംകുളം സ്ഥിതി ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഏതാണ്? അഴീക്കൽ കണ്ണൂരാണെന്ന് നിങ്ങൾ ഓർത്തു വെക്കുക. അഴീക്കൽ തുറമുഖം കണ്ണൂരും അഴീക്കൽ ബീച്ച് എവിടെയാണ്? അത് കൊല്ലം ജില്ലയിലുമാണ്. ഓക്കെ, അപ്പൊ ഇതും ശരിയാണ്. 2, 3 ഇവിടെ ശരിയായിട്ട് വരേണ്ടത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. കേരളത്തിലെ വൈദ്യുതി പദ്ധതി സംബന്ധിച്ച് ശരിയായ പ്രസ്താവനകൾ ശരിയാണ് വേണ്ടത്. കേരളത്തിലെ വൈദ്യുതി ഉൽപാദനത്തിന്റെ പ്രധാന സ്രോതസ് ജലമാണ്. നമുക്കറിയാം ഏറ്റവും കൂടുതലുള്ളത് ഹൈഡ്രോ ഇലക്ട്രിക് പവർ സ്റ്റേഷനുകളാണ്. കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതിയാണ് പള്ളിവാസൽ. അതും ശരിയാണ്. ഓക്കെ, ഇനി എന്താണ്? കേരളത്തിലെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതി ഇടുക്കി ജലവൈദ്യുത പദ്ധതിയാണ്. അതും ശരിയാണ്. ഇവിടെ എന്താണ്? എല്ലാം ശരിയാണെന്നുള്ളതാണ് ആൻസർ. അതായത് പള്ളിവാസൽ ജലവൈദ്യുത പദ്ധതി എവിടെയാണ്? ഇടുക്കിയിലാണ്. 1940 പള്ളിവാസൽ ജലവൈദ്യുത പദ്ധതി വരുന്നത്. അതേപോലെ തന്നെ വലുതാണ്. അതേപോലെ പള്ളിവാസൽ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതി ചോദിച്ചാലോ? വലുത് ചോദിച്ചു കഴിഞ്ഞാൽ അത് നമ്മുടെ ഇടുക്കി ജലവൈദ്യുത പദ്ധതിയാണ് ഏറ്റവും വലുത്. കണ്ടോ, ഏറ്റവും വലുത് ഇടുക്കിയാണ്. ഈ ഇടുക്കി ജലവൈദ്യുത പദ്ധതിക്ക് നമുക്ക് സഹായം നൽകിയ രാജ്യമുണ്ട്. അത് നമ്മുടെ കാനഡയാണ്, കാനഡ. അതേപോലെ തന്നെ ഏറ്റവും ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി പള്ളിവാസലാണെങ്കിൽ രണ്ടാമത്തെ ചോദിക്കാറുണ്ട്. രണ്ടാമത്തേത് ചെങ്കുളമാണ്, ചെങ്കുളം. 1953 50 അങ്ങനെ ഏതോ സമയമാണ് ചെങ്കുളം ജലവൈദ്യുത പദ്ധതി. ഐ തിങ്ക് 53 തോന്നുന്നു. ഓക്കെ, അപ്പൊ ഇനി ഏതാണ്? നമുക്ക് ഏറ്റവും വലുത് നമ്മൾ പറഞ്ഞു. ഇനിയിപ്പോ വലിപ്പത്തിൽ തന്നെ 2ാം സ്ഥാനം. ഇപ്പൊ നമ്മൾ ആദ്യം വന്നത് പള്ളിവാസലാണ്, രണ്ടാമത് വന്നത് ചെങ്കുളമാണ്. ഏറ്റവും വലുത് ഇടുക്കിയാണ്, രണ്ടാമത്തത് വലുത് ഏതാണ്? അത് ശബരിഗിരിയാണ്, ശബരിഗിരി. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. കേരളത്തിലെ വന്യജീവി സങ്കേതങ്ങളും അവ സ്ഥിതി ചെയ്യുന്ന ജില്ലകളും ശരിയായി യോജിച്ച് കണ്ടെത്താനാണ് പറഞ്ഞിരിക്കുന്നത്. കരിമ്പുഴ മലപ്പുറമാണ്. കരിമ്പുഴ വന്യജീവി സങ്കേതം എവിടെയാണ്? മലപ്പുറമാണ്. ചിമ്മിനി എവിടെയാണ്? ചിമ്മിനി തൃശ്ശൂർ ജില്ലയിലാണ്. ചിമ്മിനി പാലക്കാടല്ല, തൃശ്ശൂരാണ്. നമുക്ക് വേണ്ടത് ശരിയായ ജോഡിയാണ് അല്ലെ. അപ്പൊ 2 തെറ്റാണെന്നറിയാം. അപ്പൊ ഇത് 2ഉം അങ്ങ് കട്ട് ചെയ്തോ. ചെന്തുരണി കൊല്ലമാണ്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു പേരാണ് അല്ലെ. ചെന്തുരണി കൊല്ലമാണ്. ചൂലന്നൂർ എവിടെയാണ്? ചൂലന്നൂർ പാലക്കാടാണ്. സോ ആൻസർ ആയിട്ട് വരേണ്ടത് ഓപ്ഷൻ എ 1, 3 ആൻസർ എന്ന് പറയുന്നത്. ചൂലന്നൂർ പാലക്കാടാണ്. സൈലന്റ് വാലി ദേശീയോദ്യാനം സംബന്ധിച്ച പ്രസ്താവനകളിൽ
തെറ്റായത്, തെറ്റാണ് നമുക്ക് അവിടെ വേണ്ടത്. വംശനാശ ഭീഷണി നേരിടുന്ന സിംഹവാലൻ കുരങ്ങുകൾ കാണപ്പെടുന്നു. ഒന്ന് ശരിയാണ് അല്ലെ, സൈലന്റ് വാലിയിലാണ് സിംഹവാലൻ കുരങ്ങുകൾ, വെടിപ്ലാവിന്റെ സാന്നിധ്യം സിംഹവാലൻ കുരങ്ങുകൾക്ക് അല്ലെ അനുകൂലമാണെന്നൊക്കെ നമ്മൾ പഠിക്കുന്നുണ്ട്. അപ്പൊ ഇവിടെ എന്താണ്, ഒന്ന് ശരിയാണ്. അപ്പോൾ നമുക്ക് വേണ്ട തെറ്റാണ്. അപ്പൊ ഒന്നുള്ളതൊക്കെ അങ്ങ് ക്യാൻസൽ ചെയ്ത് കളഞ്ഞു. ഒന്നുകിൽ 2, 3 അല്ലെങ്കിൽ 3 മാത്രം. ചീവീടുകൾ അപൂർവമായത് കൊണ്ടാണ് ഈ പ്രദേശത്തിന് നിശബ്ദ താഴ്വര എന്ന പേര് വന്നത്. ഇതും ശരിയാണ്. സോ ആൻസർ ഏതായിരിക്കും? ഓപ്ഷൻ സി. നമുക്ക് വേണ്ട തെറ്റാണ്, ഇത് മാത്രമാണ് ഇവിടെ തെറ്റ്. 1984 നിലവിൽ വന്ന ഇത് മലപ്പുറം ജില്ലയിലാണ്. സൈലന്റ് വാലി എവിടെയാണ്? പാലക്കാട് ജില്ലയിലാണ് സൈലന്റ് വാലി. 1984 നമ്മുടെ അന്നത്തെ പ്രധാനമന്ത്രിയായിരുന്ന ഇന്ദിരാഗാന്ധിയാണ് ഇത് എന്ത് ചെയ്യുന്നത്, പ്രഖ്യാപിക്കുന്നത്, സൈലന്റ് വാലിയെ നാഷണൽ പാർക്കാക്കി പ്രഖ്യാപിക്കുന്നത്. 1985 രാജീവ് ഗാന്ധിയാണ് എന്ത് ചെയ്യുന്നത്, ഇത് ഉദ്ഘാടനം ചെയ്യുന്നത് രാജീവ് ഗാന്ധിയാണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഇനി അടുത്ത ക്വസ്റ്റ്യൻ പേപ്പർ ആണ്. കണ്ടോ, അപ്പൊ ഈ പറഞ്ഞ ഇത്രയും ക്വസ്റ്റ്യൻസ് എല്ലാം എന്തായിരുന്നു, സ്റ്റേറ്റ്മെന്റ് ലെവൽ ആയിരുന്നു. ഒരൊറ്റ ക്വസ്റ്റ്യൻ പേപ്പർ ചോദിച്ചതാണ്, അതെല്ലാം സ്റ്റേറ്റ്മെന്റ് ലെവൽ ക്വസ്റ്റ്യൻസ് ആയിരുന്നു. നെക്സ്റ്റ് നോക്കാം നമുക്ക്. കേരളത്തിലെ കൊല്ലം മുതൽ കോട്ടപ്പുറം വരെയുള്ള പശ്ചിമ തീര കനാൽ ഏത് ദേശീയ ജലപാതയിൽ ഉൾപ്പെടുന്നു? ഏതാണ്? കൊല്ലം ടു കോട്ടപ്പുറം, ഇപ്പൊ അത് എവിടം വരെയാണ്? കോഴിക്കോട് വരെ നീട്ടിയിട്ടുണ്ട്. അത് ഏതാണ്? നാഷണൽ വാട്ടർവേ 3 ആണ്. ഓക്കെ, നാഷണൽ വാട്ടർവേ 3 എന്ന് പറയുന്ന അപ്പൊ എവിടെയാണ്? കൊല്ലം ടു കോഴിക്കോട് എന്ന് പറയാം. പിന്നെയുള്ളത് ഏതാണ്? നമുക്ക് കേരളത്തിൽ 4 ദേശീയ ജലപാതകളാണ് ഉള്ളത്. അതിൽ ഒന്നാമത്താണ് ഈ പറയുന്ന നാഷണൽ വാട്ടർവേ 3 എന്ന് പറയുന്നത്. ഓക്കെ, അത് നമ്മളിപ്പോ പറഞ്ഞു കൊല്ലം ടു കോഴിക്കോടാണെന്നുള്ളത്. പിന്നെ നാഷണൽ വാട്ടർവേ ഏതാണ്? 8, അതായത് ആലപ്പുഴ മുതൽ ചങ്ങനാശ്ശേരി വരെ. അടുത്തത് നാഷണൽ വാട്ടർവേ 9 ഉണ്ട്. 9 എന്ന് പറയുന്നത് ആലപ്പുഴ ടു കോട്ടയമാണ്, കോട്ടയം. ഓക്കെ, നെക്സ്റ്റ് പറയുന്നത് നാഷണൽ വാട്ടർവേ 13 എന്ന് പറയുന്നത് നമ്മുടെ പൂവാർ മുതൽ ഇരയിമ്മൻതുറ എന്ന് പറയുന്നത് തമിഴ്നാട്ടിലെ സ്ഥലമാണ്. ഇരയിമ്മൻതുറൈ വരെയാണ് ഈ പറയുന്ന നാഷണൽ വാട്ടർവേ 13 എന്ന് പറയുന്നത്. പിന്നെയുള്ളത് ഏതാണ്? 59, അതായത് അത് കോട്ടയം ടു വൈക്കമാണ്, വൈക്കം. ഇത്രയുമാണ് നമ്മുടെ ദേശീയ ജലപാതകൾ, കേരളത്തിലൂടെ പോകുന്ന ദേശീയ ജലപാതകൾ എന്ന് പറയുന്നത്. കേരളത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയായ ആനമുടി എവിടെയാണ്? ഇടുക്കി ജില്ലയിലെ അല്ലെ, നമുക്കറിയാം ഇടുക്കി ജില്ലയിലാണ് ആനമുടി സ്ഥിതി ചെയ്യുന്നത്. ദേവികുളം താലൂക്ക്, മൂന്നാർ ഒക്കെ നമ്മൾ പഠിക്കുന്നുണ്ട്. അപ്പൊ ഏതാണ്? ഇടുക്കിയാണ് എന്താ നമ്മുടെ ആനമുടി സ്ഥിതി ചെയ്യുന്നത്. പശ്ചിമഘട്ടത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയാണ് അല്ലെ. പിന്നെ ചോദിക്കാറുണ്ട് ഹിമാലയത്തിന് തെക്ക്, നമുക്കറിയാം ഇപ്പൊ ഇന്ത്യ ഇങ്ങനെയാണ് വരുന്നെങ്കിൽ ഇവിടെയാണ് നമ്മുടെ ഹിമാലയത്തിന്റെ തെക്ക് ഏറ്റവും ഉയരം കൂടിയ ചോദിച്ചു കഴിഞ്ഞാലും അത് ഏതാണ്? നമ്മുടെ ആനമുടിയാണ്. കേരളത്തിലെ നദികളിൽ കിഴക്കോട്ടൊഴുകുന്ന നദി ഏതൊക്കെയാണ്? കിഴക്കോട്ടൊഴുകുന്നത് കബനി, ഭവാനി, പാമ്പാർ. അപ്പൊ ഏതാണ് ഇവിടെ? പാമ്പാർ. പൊന്നാനി തുറമുഖം ഏത് നദിയുടെ അഴിമുഖത്ത് സ്ഥിതി ചെയ്യുന്ന മത്സ്യബന്ധന തുറമുഖമാണ്? പൊന്നാനി. എവിടെയാണ്? അത് ഭാരതപ്പുഴയാണ്. കേരളത്തിലെ ആധുനിക വ്യവസായങ്ങളുടെ വളർച്ചയെ ത്വരിതപ്പെടുത്തിയ പള്ളിവാസൽ ജലവൈദ്യുത പദ്ധതി എവിടെയാണ്? പള്ളിവാസൽ ഇടുക്കി ജില്ലയിലാണ്. 1940 പള്ളിവാസൽ വരുന്നതെന്നൊക്കെ നമ്മൾ പഠിച്ചതാണ്. വംശനാശം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന വരയാടുകളെ സംരക്ഷിക്കുന്ന കേരളത്തിലെ ഏക ദേശീയോദ്യാനമാണ് നമ്മുടെ ഇടുക്കി ജില്ലയിലെ ഇരവികുളം നാഷണൽ പാർക്ക്. കേരളത്തിലെ ഏറ്റവും വലിയ കായൽ ചോദിച്ചു കഴിഞ്ഞാൽ അത് ഏതാണ്? വേമ്പനാട്ട് കായലാണ്. കേരളത്തിന്റെ സ്വപ്ന പദ്ധതിയായ വിഴിഞ്ഞം തുറമുഖം ഏത് താലൂക്കിലാണ് സ്ഥിതി ചെയ്യുന്നത്? വിഴിഞ്ഞം എവിടെയാണ്? നെയ്യാറ്റിൻകര താലൂക്കിലാണ് വിഴിഞ്ഞം തുറമുഖം സ്ഥിതി ചെയ്യുന്നത്. കേരളത്തിലൂടെ കടന്നു പോകുന്ന ദേശീയ ജലപാത ഏതാണ്? നാഷണൽ വാട്ടർവേ 3 അല്ലെ. ഇനി താഴെ കൊടുത്തിരിക്കുന്നതിൽ കണ്ടൽ വനങ്ങൾ കാണപ്പെടാത്ത ജില്ല, കണ്ടൽ വനങ്ങൾ ഇല്ലാത്തത് നമ്മുടെ പാലക്കാടും ഇടുക്കിയിലുമാണ് കേട്ടോ. കണ്ടൽ വനങ്ങൾ ഇല്ലാത്തത് പാലക്കാട്, ഇടുക്കിയാണ്. ഇവിടെ നമുക്കറിയാം എറണാകുളം എന്ന് പറയുന്നത്, എറണാകുളത്താണ് നമ്മുടെ മംഗളവനം ഉള്ളത്. നമുക്കറിയാം കണ്ടൽക്കാടിന്റെ അവിടെ സ്ഥിതി ചെയ്യുന്ന പക്ഷി സങ്കേതമാണ് മംഗളവനം എന്നൊക്കെ നമ്മൾ പഠിക്കുന്നുണ്ട്. അപ്പൊ എറണാകുളം അല്ല, കണ്ണൂർ. ഏറ്റവും കൂടുതൽ കണ്ടൽക്കാടുകൾ ഉള്ളത് എവിടെയാണ്? കണ്ണൂരാണ് അല്ലെ. അതേപോലെ തന്നെ അപ്പൊ ഇതുമല്ല. അപ്പൊ എന്തായിരിക്കും ആൻസർ വരേണ്ടത്? പാലക്കാടും ഇടുക്കിയുമാണ്. ഇനി ഇവിടെ നോക്കിക്കേ, ഏറ്റവും കൂടുതൽ കണ്ടൽക്കാട് നമ്മൾ പറഞ്ഞു കണ്ണൂരാണ് എങ്കിൽ ഏറ്റവും കൂടുതൽ കണ്ടൽക്കാടുകൾ കാണപ്പെടുന്ന സംസ്ഥാനം ചോദിച്ചു കഴിഞ്ഞാൽ അത് ഏതാണ്? അത് നമ്മുടെ പശ്ചിമ ബംഗാളാണ്, വെസ്റ്റ് ബംഗാൾ. പശ്ചിമ ബംഗാളാണ് ഏറ്റവും കൂടുതൽ കണ്ടൽക്കാടുകൾ കാണുന്ന സംസ്ഥാനം എന്ന് പറയുന്നത്. ഇനി ദക്ഷിണേന്ത്യയിൽ ഏറ്റവും കൂടുതൽ കണ്ടൽക്കാടുകൾ കാണുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഏതാണ്? ദക്ഷിണേന്ത്യയിലാണെങ്കിൽ അത് ആന്ധ്രാപ്രദേശാണ്. പിന്നെ പറയാനുള്ളത് കണ്ടൽ ഗവേഷണ കേന്ദ്രം എവിടെയാണ്? അത് 1000 തെങ്ങാണ്. എവിടെയാണ്? 1000 തെങ്ങ്. കണ്ടൽ ഗവേഷണ കേന്ദ്രം ചോദിച്ചു കഴിഞ്ഞാൽ അത് 1000 തെങ്ങ് കൊല്ലം ജില്ലയിലാണ്. അതേപോലെ തന്നെ കണ്ടൽ മ്യൂസിയം ആണെങ്കിലോ, കണ്ടൽ മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് അത് കൊയിലാണ്ടിയാണ്. 1000 തെങ്ങിന് എന്താണ്? ഗവേഷണ കേന്ദ്രമാണ്
കൊയിലാണ്ടിയിൽ എന്താണ്? കണ്ടൽ മ്യൂസിയം ആണ്. ഓക്കെ, പെരിയാർ കടുവ സങ്കേതം വ്യാപിച്ചു കിടക്കുന്നത് ഏതൊക്കെ ജില്ലകളിലാണ്? പെരിയാർ വന്യജീവി സങ്കേതം നമുക്കറിയാം, അത് ഇടുക്കിയാണെന്നറിയാം. ഇടുക്കിയുള്ള ഒറ്റ ഓപ്ഷൻ ഉള്ളൂ. സോ ആൻസർ ഏതായിരിക്കും? ഓപ്ഷൻ സി, ഇടുക്കിയും പത്തനംതിട്ട. അതേപോലെ തന്നെ കോട്ടയം. ഈ 3 ജില്ലകളിലായിട്ടാണ് പെരിയാർ വന്യജീവി സങ്കേതം എന്ത് ചെയ്യുന്നത്? വ്യാപിച്ചു കിടക്കുന്നത്. കേരളത്തിലെ ആദ്യത്തെ വൈൽഡ് ലൈഫ് സാഞ്ചുറിയാണ് പെരിയാർ വന്യജീവി സങ്കേതം. 1950 ഇതിനെ എന്ത് ചെയ്യുന്നത്? പെരിയാർ വന്യജീവി സങ്കേതമായിട്ട് അതിനെ പ്രഖ്യാപിക്കുന്നത് 1950 1978 ഇതിന് എന്തായിട്ട് കേരളത്തിലെ കടുവ സംരക്ഷണ കേന്ദ്രമായിട്ട് പ്രഖ്യാപിക്കുന്നത്. ഓക്കെ, ടൈഗർ റിസർവ് നമ്മൾ പഠിക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഇന്ത്യയിലേക്ക് അത് 10ാമത്തേതായിരുന്നു. ഇന്ത്യയിലേക്ക് 10ാമത്തെ കടുവ സംരക്ഷണ കേന്ദ്രമാണ് പെരിയാർ എന്ന് പറയുന്നത്. ഓക്കെ, ഇതിന്റെ പഴയ പേരായിരുന്നു നെല്ലിക്കാമ്പട്ടി വൈൽഡ് ലൈഫ് സാഞ്ചുറി എന്നൊക്കെ പറയുന്നത്. ഇതിന്റെ പെരിയാർ, അതേപോലെ തേക്കടി വന്യജീവി സങ്കേതം എന്നൊക്കെ അറിയപ്പെടുന്നത് ഈ പെരിയാറിന്റെ പഴയ പേരുകളാണ്. നെക്സ്റ്റ് നോക്കാം. കേരളത്തിലെ ഏത് ജില്ലയാണ് സമുദ്രമായോ മറ്റ് സംസ്ഥാനങ്ങളുമായോ അതിർത്തി പങ്കിടാത്തത്? ഏതാണ്? കോട്ടയം. നമുക്കറിയാം, കോട്ടയം എന്ന് പറയുന്നത് ഏകദേശം നടുക്കായിട്ട് വരുന്നതാണ്. ഏത് ജില്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം സ്ഥിതി ചെയ്യുന്നത്? അപ്പൊ ഏറ്റവും വലിയ ശുദ്ധജല തടാകം ഏതാണ്? അത് ശാസ്താംകോട്ടയാണ്, അല്ലെ? ശാസ്താംകോട്ട. അതിനെയാണ് എന്താണ് കായലുകളുടെ രാജ്ഞി എന്നറിയപ്പെടുന്നത്. എഫ് ആകൃതിയിൽ കാണപ്പെടുന്ന കായൽ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അത് ഏതാണ്? ശാസ്താംകോട്ടയാണ്. ശാസ്താംകോട്ട സ്ഥിതി ചെയ്യുന്നത് കൊല്ലത്താണ്. കൊല്ലം മുതൽ കോട്ടപ്പുറം വരെയുള്ള ദേശീയ ജലപാതയാണ് നാഷണൽ വാട്ടർവേ 3 എന്ന് പറയുന്നത്. സിംഹവാലൻ കുരങ്ങുകൾക്ക് പേരുകേട്ട ദേശീയോദ്യാനം സിംഹവാലൻ കുരങ്ങ്, സൈലന്റ് വാലി, അതിരപ്പള്ളി വെള്ളച്ചാട്ടം ഏത് ജലാശയത്തിലാണ്? അത് ചാലക്കുടി പുഴ, അല്ലെ? അതിരപ്പള്ളി വാഴച്ചാല്, നമ്മളൊക്കെ തൃശ്ശൂര്, അല്ലെ? അതെവിടെയാണ്? ചാലക്കുടി പുഴയിലാണ്. കേരളത്തിലെ 2ാമത്തെ വലിയ ജലവൈദ്യുത പദ്ധതി ഞാൻ നേരത്തെ പറഞ്ഞതാണ്. ആദ്യ ജലവൈദ്യുത പദ്ധതി ഇടുക്കിയാണെങ്കിൽ 2ാമത്തേത് ശബരിഗിരിയാണ്. കേരളത്തിലെ ഏറ്റവും വിസ്തീർണം കുറഞ്ഞ ഗ്രാമപഞ്ചായത്ത്, വിസ്തീർണം കുറഞ്ഞത് വളപട്ടണമാണ്. വളപട്ടണം ഗ്രാമപഞ്ചായത്ത്, കണ്ണൂർ ജില്ലയിലെ വളപട്ടണമാണ് ഏറ്റവും വിസ്തീർണം കുറഞ്ഞ ഗ്രാമപഞ്ചായത്ത്. നെഹ്റു ട്രോഫി വള്ളംകളി നടക്കുന്നത് എവിടെയാണ്? അത് പുന്നമടക്കായലിലാണ്. അഷ്ടമുടി കായൽ നടക്കുന്നത് ഏതാണ്? അത് പ്രസിഡൻസി ട്രോഫിയാണ്. പ്രസിഡൻസി ട്രോഫി വള്ളംകളി എവിടെയാണ്? അഷ്ടമുടി കായലിലാണ്. അതേപോലെ തന്നെ നമുക്ക് പഠിക്കാനുള്ളതാണ് ശ്രീനാരായണ ഗുരു ട്രോഫി വള്ളംകളി. ശ്രീനാരായണ ഗുരു ട്രോഫി വള്ളംകളി എവിടെയാണ്? അത് നമ്മുടെ കന്നേറ്റിക്കായലാണ്. ഒക്കെ ചോദിക്കുന്നതാണ്. കന്നേറ്റിക്കായൽ, ശ്രീനാരായണ ഗുരു വള്ളംകളി എവിടെയാണ്? കന്നേറ്റിക്കായലാണ്. അതേപോലെ ചമ്പക്കുളം വള്ളംകളി, അതേപോലെ തന്നെ ആറന്മുള ഉത്രട്ടാതി വള്ളംകളി, ഇതൊക്കെ എവിടെയാണ്? ഇതൊക്കെ പമ്പ നദിയിലാണ്. പമ്പ. പിന്നെ ഉള്ളത് മദർ തെരേസ വള്ളംകളി. മദർ തെരേസ വള്ളംകളി എവിടെയാണ്? അത് അച്ഛൻ കോവിലാറിലാണ്. അച്ഛൻ കോവിലാർ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരി അല്ലാത്തതാണ് നമുക്ക് വേണ്ടത്. അല്ലാത്ത പ്രസ്താവനകളാണ്. നിള എന്ന പേരിൽ അറിയപ്പെടുന്ന ഭാരതപ്പുഴയാണ്. ശരിയാണ്. കേരളത്തിലെ ഏറ്റവും നീളമുള്ള നദി ഏതാണ്? ഏറ്റവും നീളമുള്ള നദിയാണ് നമ്മുടെ പെരിയാർ. 244 കിലോമീറ്റർ, 209 കിലോമീറ്ററോളമുള്ള ഭാരതപ്പുഴ 2ാം സ്ഥാനമാണ്. ആൻസർ കിട്ടിയില്ലേ? ഭാരതപ്പുഴ ആനമലയിൽ നിന്ന് ഉത്ഭവിക്കുന്നു. മാമാങ്കം നടക്കുന്നത് ഭാരതപ്പുഴയുടെ തീരത്താണ്. പെരിയാറിന്റെ പോഷക നദികൾ ഏതെല്ലാം? ഏതൊക്കെയാണ് പെരിയാറിന്റെ പോഷക നദികൾ? മുതിരമ്പുഴയാറുണ്ട്, പെരിഞ്ചാംകുട്ടിയാറുണ്ട്, കട്ടപ്പനയാറുണ്ട്. പിന്നെ ഏതൊക്കെയാണ്? തൊടുപുഴയാറെന്ന് പറയുന്നത് വരില്ല കേട്ടോ. അത് ഏതാണ്? മൂവാറ്റുപുഴയുടെ പോഷക നദിയാണ് തൊടുപുഴയാറെന്ന് പറയുന്നത്. മുതിരമ്പുഴയുണ്ട്. അതേപോലെ തന്നെ മുല്ലയാർ, ഇതൊക്കെ പെരിയാറിൻ്റെതാണ്. മുല്ലയാറുണ്ട്. ഇനി പെരുംതുറയാറുണ്ട്. അതേപോലെ തന്നെ എന്താണ്? ഇടമലയാർ, ഇതൊക്കെ എന്തിൻ്റെതാണ്? നമ്മുടെ പെരിയാറിന്റെ പോഷക നദികളാണ്. അപ്പൊ ഏതൊക്കെയാണ്? മുതിരമ്പുഴ, മുല്ലയാറ്, പെരിഞ്ചാംകുട്ടി, കട്ടപ്പനയാറ്, പെരുന്തുറയാറ്, ഇടമലയാർ, ഇതെല്ലാം എന്താണ്? പെരിയാറിന്റെ പോഷക നദികളാണ്. അപ്പോൾ ഇവിടുത്തെ ആൻസർ ആയിട്ട് വരേണ്ടത് 3 ഇല്ലാത്തത് ഓപ്ഷൻ സി ആണ് ആൻസർ ആയിട്ട് വരേണ്ടത്. നെക്സ്റ്റ് നോക്കാം. വന്യജീവി സങ്കേതങ്ങൾ, അല്ലെ? ജില്ലയുമായിട്ട് ചേരുമ്പോൾ ചേർക്കാനാണ്. നെയ്യാർ എവിടെയാണ്? നെയ്യാർ തിരുവനന്തപുരം ജില്ലയിലാണ്. ചെന്തുരണി കൊല്ലമാണ്. കരിമ്പുഴ മലപ്പുറമാണ്. കൊട്ടിയൂർ കണ്ണൂരാണ്. ആൻസർ ഏതാണ്? ഓപ്ഷൻ എ ആണ്. 1 1 2 2 3 3 4 4 ആണ്. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. ഇരവികുളം ദേശീയോദ്യാനവുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന. കേരളത്തിലെ ആദ്യത്തെ ദേശീയോദ്യാനമാണ്. ശരിയാണ്. വരയാടുകളുടെ സംരക്ഷണ കേന്ദ്രമാണ്. 78 നിലവിൽ വന്നത്. ശരിയാണ്. നമുക്കിനി എന്താണ് നോക്കേണ്ടത്? തേക്കടി വന്യജീവി സങ്കേതം എന്നറിയപ്പെടുന്ന ഏതാണ്? പെരിയാറാണ്. അപ്പൊ ഏതാണ്? തെറ്റായതാണ് നമുക്ക് വേണ്ടത്. ഓപ്ഷൻ ഡി 4 മാത്രമാണ്. ഈ
1975 ഇതിനെ എന്തായിട്ട് പ്രഖ്യാപിക്കുന്നത്? വൈൽഡ് ലൈഫ് സാഞ്ചുറി ആയിട്ട്. അതിനാണ് പിന്നീട് എന്ത് ചെയ്യുന്നത്? 78 നാഷണൽ പാർക്കായിട്ട് പ്രഖ്യാപിക്കുന്നത്. കേരളത്തിലെ ആദ്യത്തെ ശുചിത്വ പഞ്ചായത്താണ് ഏത്? പോത്തുകൽ. പോത്തുകലാണ് ആദ്യത്തെ ശുചിത്വ പഞ്ചായത്ത്. തണ്ണീർമുക്കം ബണ്ട് നിർമ്മിച്ചിരിക്കുന്ന കായൽ. തണ്ണീർമുക്കം ബണ്ട് എവിടെയാണ്? അത് നമ്മുടെ വേമ്പനാട്ട് കായലാണ്. വേമ്പനാട്ട് കായലാണ് തണ്ണീർമുക്കം ബണ്ട്. മുതിരപ്പുഴയാറിൽ സ്ഥിതി ചെയ്യുന്ന കേരളത്തിലെ ജലവൈദ്യുത നിലയങ്ങൾ ഏതൊക്കെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അത് പള്ളിവാസൽ, ചെങ്കുളം. പള്ളിവാസലും ചെങ്കുളം എവിടെയാണ്? മുതിരപ്പുഴയിലാണ്. ഒന്ന് ശരിയാണ്. പെരിങ്ങൽകുത്തും പന്നിയാറും. പെരിങ്ങൽകുത്ത് എവിടെയാണ്? പെരിങ്ങൽകുത്ത് നമ്മൾ നേരത്തെ പറഞ്ഞു ചാലക്കുടി പുഴയിലാണെന്ന്. അപ്പൊ ഇതല്ല. ശബരിഗിരിയും ഷോളയാറും. ശബരിഗിരി എവിടെയാണ്? അത് പമ്പ നദിയിലാണ്. ഷോളയാർ എവിടെയാണ്? അത് ചാലക്കുടിയിലാണ്. അപ്പൊ ഇതുമല്ല. കല്ലട. കല്ലട എന്ന് പറഞ്ഞാൽ കല്ലടയാറിലാണ്. മണിയാർ എവിടെയാണ്? കക്കാട്. നമ്മുടെ പമ്പയുടെ പോഷക നദിയായ കക്കാടിലാണ് എന്ത് ചെയ്യുന്നത്? മണിയാറ്. മണിയാറാണ് എന്ത് ചെയ്യുന്നത്? സ്വകാര്യ മേഖലയിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി ചോദിച്ചാൽ അത് മണിയാറാണ്. രണ്ടാമത് കൂത്തുകലാണ്. കൂത്തുങ്കൽ ഞാൻ പറഞ്ഞതാണ്, മണി അടിച്ചിട്ടാണ് കൂത്തു തുടങ്ങുന്നത്. അപ്പൊ സ്വകാര്യ മേഖലയിൽ ആദ്യത്തത് മണിയാറ്, രണ്ടാമത്തത് കൂത്തുങ്കലാണ്. ഓക്കെ, അപ്പൊ എന്താണ് ആൻസർ ആയിട്ട് വരേണ്ടത്? ഇതും തെറ്റാണല്ലേ. ഓപ്ഷൻ എ 1 മാത്രമാണ് ഇവിടെ ശരിയായിട്ട് വരേണ്ടത്. കേരളത്തിലെ തീരപ്രദേശത്തിന്റെ പ്രത്യേകതകൾ താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനയിൽ നിന്ന് ശരി ആയത്. ഉപ്പുരസമുള്ള എക്കൽ മണ്ണാണ്. ശരിയാണ് അല്ലെ, ഉപ്പുരസമാണെന്ന് നമുക്കറിയാം. സഹ്യപർവ്വതനിരയുടെ ഭാഗമാണ്. അല്ല, സഹ്യപർവ്വതനിര എന്ന് പറയുമ്പോൾ നമുക്കറിയാം അത് മലനാട് വരും. റബ്ബർ ധാരാളമായി കൃഷി ചെയ്യുന്നു. തീരപ്രദേശങ്ങളിൽ റബ്ബർ കൃഷി വളരെ കുറവാണ്. അപ്പൊ എന്താണ്? ഇതല്ല. സമുദ്രനിരപ്പിൽ നിന്ന് ഉയർന്ന പ്രദേശം ആണോ? അതുമല്ല, അതും മലനാടാണ്. അപ്പൊ ഇവിടുത്തെ ആൻസർ ഏതാണ്? ഓപ്ഷൻ സി. 1 മാത്രമാണ് തീരപ്രദേശത്തിന്റെ പ്രത്യേകതകൾ ശരി ആയത്. കർണാടകയും തമിഴ്നാടുമായി ചേരുന്ന വയനാടിന്റെ അതിർത്തിയിൽ 2 ഭാഗങ്ങളായി ചിതറിക്കിടക്കുന്ന വന്യജീവി സങ്കേതമാണ് ഏത്? കർണാടക. അത് ഏതാണ്? നമ്മുടെ മുത്തങ്ങ വന്യജീവി സങ്കേതമാണ്. മുത്തങ്ങ അഥവാ വയനാട് വന്യജീവി സങ്കേതം എന്നൊക്കെ പറയും. 1973 അത് വന്നത്. മുത്തങ്ങ വന്യജീവി സങ്കേതത്തിന്റെ മറ്റൊരു പേരാണ് വയനാട് വന്യജീവി സങ്കേതം. അവിടെ ഏതാണ്? കർണാടകയുടെയും തമിഴ്നാടിന്റെയും എന്താണ്? അതിർത്തിയിലാണ്. കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദി ഏതാണ്? ഏറ്റവും നീളം കൂടിയ നദി അത് പെരിയാറാണ്. 244. ഇന്ത്യയുടെ ധാന്യപ്പുര. ധാന്യപ്പുര ചോദിച്ചു കഴിഞ്ഞാൽ അത് ഉത്തര മഹാസമുദ്രമാണ്. കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം. ഏറ്റവും വലുത് ശുദ്ധജല തടാകമായതുകൊണ്ട് അത് ശാസ്താംകോട്ടയാണ്. ഏറ്റവും വലിയ തടാകമാണ് ചോദിച്ചിരുന്നെങ്കിൽ അത് വേമ്പനാട്ട് അല്ലെ. ഏറ്റവും വലിയ കായൽ ചോദിച്ചാൽ അത് വേമ്പനാട്ടും. ഏറ്റവും വലിയ ശുദ്ധജല തടാകം ചോദിച്ചു കഴിഞ്ഞാൽ അത് ശാസ്താംകോട്ടയുമാണ്. കടൽ തീരമുള്ള കേരളത്തിലെ ജില്ലകളുടെ എണ്ണം. കടൽ തീരമുള്ളത് 9 എണ്ണമാണ്. അപ്പൊ ഇല്ലാത്തത് പഠിച്ചു വെക്കണ്ടേ? നമുക്ക് ഏതൊക്കെയാണ് ഇല്ലാത്തത്? കോട്ടയം കടൽ തീരം ഇല്ലാത്തതാണ്. ഇടുക്കി, അതേപോലെ തന്നെ ഏതാണ്? പിന്നെ വയനാട്, പിന്നെ വരുന്നത് പാലക്കാട്, പിന്നെ വരുന്നത് പത്തനംതിട്ട. ഈ 5 എണ്ണത്തിനാണ് എന്ത്? കടൽ തീരം ഇല്ലാത്ത ജില്ലകൾ. കോട്ടയം, ഇടുക്കി, വയനാട്, പാലക്കാട്, പത്തനംതിട്ട. പ്രസിദ്ധമായ ശബരിഗിരി ജലവൈദ്യുത പദ്ധതി. ശബരിഗിരി എവിടെയാണ്? പമ്പ നദിയിലാണ് ശബരിഗിരി ജലവൈദ്യുത പദ്ധതി. കേരളത്തിലെ ഏറ്റവും ചെറിയ ജില്ല. ചെറുതേതാണ്? ആലപ്പുഴ. വലുതേതാണ്? ഇടുക്കി. നെഹ്റു ട്രോഫി വള്ളംകളി ഏത് കായലിലാണ്? നെഹ്റു ട്രോഫി അത് പുന്നമട കായലിലാണ്. കേരളത്തിലെ ഗ്രാമപഞ്ചായത്തുകളുടെ എണ്ണം 941 ഗ്രാമപഞ്ചായത്തുകളാണ് കേരളത്തിലുള്ളത്. പശ്ചിമഘട്ടത്തിലെ സംരക്ഷിത വനപ്രദേശമായ പാലക്കാട് ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന പ്രസിദ്ധമായ ദേശീയോദ്യാനമാണ് സൈലന്റ് വാലി. പാലക്കാട് ജില്ല, സൈലന്റ് വാലി. ബാക്കിയുള്ള നാഷണൽ പാർക്കുകളിൽ 4 എവിടെയാണ്? നമ്മുടെ ഇടുക്കിയിലാണ്. ആകെ ഒരെണ്ണം മാത്രമാണ് ഇടുക്കി വിട്ടുപോയിട്ടുള്ളത്. അതേതാണ്? സൈലന്റ് വാലിയാണ്. വനം വകുപ്പിന് കീഴിൽ കടലാമകളെ സംരക്ഷിച്ചു വരുന്ന മുദിയം കടൽ തീരം കേരളത്തിലെ ഏത് ജില്ലയിലാണ്? മുദിയം. മുദിയം എവിടെയാണ്? മലപ്പുറത്താണ്. സംസ്ഥാന സർക്കാരിന് കീഴിലുള്ള ആദ്യത്തെ സ്പൈസസ് പാർക്ക് എവിടെയാണ്? സ്പൈസസ് പാർക്ക് സംസ്ഥാന സർക്കാരിന് കീഴിലുള്ള ആദ്യത്തെ സ്പൈസസ് പാർക്ക് തുടങ്ങനാടാണ്. തുടങ്ങനാട്. ചുവടെ നൽകിയിരിക്കുന്ന ജില്ലകളിൽ കർണാടകയുമായി അതിർത്തി പങ്കിടുന്ന കേരളത്തിലെ ജില്ലകളാണ് ഏതൊക്കെയായിരിക്കും? കണ്ണൂരുണ്ട്, കാസർഗോഡുണ്ട്, പിന്നെ വരുന്നത് ഏതാണ്? നമ്മുടെ വയനാടാണ്. അപ്പൊ ഇവിടുത്തെ ആൻസർ ഏതാണ്? ഓപ്ഷൻ എ 1ഉം 2ഉമാണ്. നമുക്കറിയാം കേരളം ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇവിടെ ഏകദേശം ഇവിടെ ആയിട്ട് വരും കർണാടക. ഇവിടെ കാസർഗോഡുണ്ട്, കണ്ണൂരുണ്ട്, ഇവിടെ വയനാടുണ്ട്. ഓക്കെ, കേരളത്തിലെ മൊത്തം താലൂക്കുകളുടെ എണ്ണം എത്ര? താലൂക്കുകൾ ചോദിച്ചു കഴിഞ്ഞാൽ എത്രയാണത്? 78 താലൂക്കുകളാണുള്ളത്. 78. താഴെ തന്നിരിക്കുന്നവയിൽ കൂട്ടത്തിൽ ചേരാത്തത് ഏതായിരിക്കും? ശാസ്താംകോട്ട, പൂക്കോട് തടാകം, അഷ്ടമുടി, വെള്ളായണി. ഏതാണ് കൂട്ടത്തിൽ പെടാത്തത്? അത് അഷ്ടമുടി കായലാണ്. കാരണം എന്താ? ബാക്കി 3ഉം എന്താണ്? അത് ശുദ്ധജല തടാകങ്ങളാണ്. ശാസ്താംകോട്ടയും പൂക്കോടും വെള്ളായണിയും.
പെരിയാർ നദിയുമായി ബന്ധമില്ലാത്ത പ്രസ്താവനകൾ, ബന്ധമില്ലാത്തതാണേ വേണ്ടത്. ഈ നദി പശ്ചിമഘട്ടത്തിൽ നിന്ന് ഉത്ഭവിക്കുന്നു. ഓക്കെ, അത് ശരിയാണ്. ഈ നദി വിശാലമായ ഡെൽറ്റ സമതലം സൃഷ്ടിക്കുന്നു. ഇതാണ് ഇവിടെ തെറ്റെന്ന് പറയുന്നത്. കാര്യം നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇപ്പൊ നമ്മുടെ ഇന്ത്യ ഇങ്ങനെയാണെങ്കിൽ ഇവിടെ എന്തുണ്ട്? ഇവിടെ പശ്ചിമഘട്ടമുണ്ട്, ഇവിടെ പൂർവ്വഘട്ടമുണ്ട്. ഇങ്ങോട്ടേക്ക് ഒഴുകുന്ന നദികളാണ് എന്ത് ഫോം ചെയ്യുന്നത്? ഡെൽറ്റാസ് ഫോം ചെയ്യുന്നത്. ഓക്കെ, എറണാകുളം ജില്ലയിൽ വെച്ചാണ് ഈ നദി അറബിക്കടലുമായി ചേരുന്നത്. ശരിയാണ്. ഇടമലയാർ അണക്കെട്ട് ഈ നദിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അപ്പൊ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്. തന്നിരിക്കുന്ന ജലവൈദ്യുത പദ്ധതികളിൽ ചേരാത്ത ജോഡിയാണ് വേണ്ടത്. പള്ളിവാസൽ എവിടെയാണ്? ഇടുക്കിയാണ്. ശരിയാണ്. അടുത്തത് കുറ്റ്യാടി കോഴിക്കോടാണ്. കല്ലട കൊല്ലമാണ്. ഷോളയാർ എവിടെയാണ്? തൃശ്ശൂരാണ് ഷോളയാർ. ചുവടെ തന്നിരിക്കുന്ന വന്യജീവി, അപ്പൊ ആൻസർ ഏതാണ്? ഓപ്ഷൻ ബി ആണ് ആൻസർ. ചുവടെ തന്നിരിക്കുന്ന വന്യജീവി സങ്കേതങ്ങൾ ഇടുക്കി ജില്ലയുമായി ബന്ധമില്ലാത്തത് ഏതാണ്? കുറിഞ്ഞിമല, ചിന്നാറ്, പെരിയാറ്, ആറളം. ആറളം വന്യജീവി സങ്കേതം എവിടെയാണ്? അത് കണ്ണൂർ ജില്ലയിലാണ് ആറളം വന്യജീവി സങ്കേതം. വരയാടുകളെ പ്രധാനമായും കാണുന്ന ദേശീയോദ്യാനമാണ് ഏത്? വരയാട് കാണുന്ന എവിടെയാണ്? ഇരവികുളം നാഷണൽ പാർക്കിലാണ് ഇരവികുളം ദേശീയോദ്യാനം. കേരളത്തിലെ പ്രധാന മത്സ്യബന്ധന തുറമുഖങ്ങളും അവ സ്ഥിതി ചെയ്യുന്ന ജില്ലകളും തന്നിരിക്കുന്നു. യോജിച്ചവ കണ്ടെത്തുക. ഇത് PSC ക്യാൻസൽ ചെയ്തു. ക്യാൻസൽ ചെയ്യാനുള്ള റീസൺ ഞാൻ പറഞ്ഞുതരാം. ബേപ്പൂർ കോഴിക്കോടാണ്. ശരിയാണ് അല്ലെ? ഇനി നെക്സ്റ്റ് ഏതാണ് നമുക്ക് പറയേണ്ടത്? പറയുന്ന മുനമ്പം എറണാകുളമാണ്. അതും ശരിയാണ്. ശക്തികുളങ്ങര എവിടെയാണ്? ശക്തികുളങ്ങര എന്ന് പറയുന്നത് കൊല്ലമാണ്. ഓക്കെ, തോപ്പുംപടി നമുക്കറിയാം. തോപ്പുംപടി എന്ന് പറയുമ്പോഴേ അത് എറണാകുളം ജില്ലയുമായിട്ട് ബന്ധപ്പെട്ട സ്ഥലമാണ്. ഓക്കെ, തോപ്പുംപടി അതായത് നമ്മുടെ ചെല്ലാനം ബീച്ച് എന്നൊക്കെ ചെല്ലാനമായിട്ട് വരും. അഴീക്കൽ കൊല്ലം. ഇവിടെ നമുക്ക് ശരിക്കും ആൻസർ ആയിട്ട് വരേണ്ടത് ഈ അഴീക്കൽ കൊല്ലം ഉണ്ട്. പക്ഷെ അത് എന്തല്ല? തുറമുഖമല്ല. ഞാൻ നേരത്തെ പറഞ്ഞു അഴീക്കൽ ബീച്ചാണ് കേട്ടോ അവിടെ ഉള്ളത്. അപ്പൊ തുറമുഖമായിട്ട് വരുന്നത് അഴീക്കൽ എവിടെയാണ്? അത് കണ്ണൂരാണ്. അങ്ങനെ ഒരു ഓപ്ഷൻ ഇല്ലാത്തതുകൊണ്ട് തന്നെ ഇത് PSC ക്യാൻസൽ ചെയ്തു. പ്രൊവിഷണൽ കീയിൽ വന്നത് ഈ പറയുന്ന 1, 2, 5 എന്നുള്ള ആൻസർ ആയിരുന്നു. പക്ഷെ അതെന്താണ്? 5 അത് ബീച്ചിന്റെ കണത്തിലാണ് നമ്മൾ അഴീക്കൽ കൊല്ലം ബീച്ച് പഠിക്കുന്നത്. അപ്പൊ എന്താണ് ആൻസർ എന്ന് പറയുന്നത്? അഴീക്കൽ തുറമുഖം എവിടെയാണ്? കണ്ണൂരാണ്. ബേപ്പൂര് കോഴിക്കോട്. മുനമ്പം എവിടെയാണ്? എറണാകുളമാണ്. ശക്തികുളങ്ങര കൊല്ലമാണ്. കേരളത്തിലെ ഏറ്റവും ആഴം കൂടിയ തുറമുഖം, ഏറ്റവും ആഴം കൂടിയത് വിഴിഞ്ഞമാണ്. പെരിങ്ങൽകുത്ത് ജലവൈദ്യുത പദ്ധതി എവിടെയാണ്? അത് ചാലക്കുടി പുഴയിലാണ്. കേരളത്തിലെ ഏറ്റവും ചെറിയ ദേശീയോദ്യാനമാണ് പാമ്പാടിൻചോല. ആനമുടിച്ചോല, മതികെട്ടാൻചോല, ഇരവികുളം, സൈലന്റ് വാലി. ഓക്കെ, കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകമാണ് ചോദിച്ചത്. അത് ശാസ്താംകോട്ടയാണ്. കണ്ടൽ കാടുകളിൽ സ്ഥിതി ചെയ്യുന്ന കേരളത്തിലെ ഏക പക്ഷി സങ്കേതമാണ് നമ്മുടെ മംഗളവനം. കേരളത്തിലെ ഏറ്റവും കൂടുതൽ നാഷണൽ പാർക്കുകൾ ഉള്ളത് ഏത് ജില്ലയിലാണ്? ഞാൻ പറഞ്ഞു നേരത്തെ 4 എണ്ണവും ഇടുക്കിയിലാണ്. ബാക്കി ഒരെണ്ണം മാത്രമാണ് വയനാട്. വേറെ ഒരിടത്ത് നാഷണൽ പാർക്കുകളില്ല. അപ്പൊ ഏതാണ്? ഇടുക്കിയാണ്. ഐക്യരാഷ്ട്ര സംഘടനയുടെ ചാമ്പ്യൻസ് ഓഫ് എർത്ത് പുരസ്കാരത്തിന് അർഹമായ വിമാനത്താവളമാണ് നെടുമ്പാശ്ശേരി. നമ്മുടെ അവിടെയാണ് എന്ത്? പൂർണ്ണമായും സൗരോർജ്ജത്തിൽ പ്രവർത്തിക്കുന്നതുകൊണ്ടാണ് ചാമ്പ്യൻസ് ഓഫ് എർത്ത് പുരസ്കാരം ലഭിച്ചത്. കേരളത്തിലെ ആദ്യത്തെ കാർബൺ ന്യൂട്രൽ പഞ്ചായത്ത് ഏതാണ്? അത് മീനങ്ങാടിയാണ്. കേരളത്തിലെ ഏത് നഗരത്തിനാണ് ഈ അടുത്ത കാലത്ത് യുനെസ്കോയുടെ സാഹിത്യ നഗര പദവി ലഭിച്ചത്? അത് നമ്മുടെ കോഴിക്കോട് ജില്ലയ്ക്കാണ്. കേരളത്തിലൂടെ കടന്നു പോകുന്ന ദേശീയ ജലപാതയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന. കേരളത്തിലൂടെ ദേശീയ ജലപാത 3 കടന്നു പോകുന്നത്. ശരിയാണ്. കേരളത്തിലെ ദേശീയ ജലപാത 3 കടന്നു പോകുന്നത് കൊല്ലം മുതൽ കോട്ടപ്പുറം വരെയാണ്. ഓക്കെ, ശരിക്കും ഇവിടെ ആൻസർ ആയിട്ട് തന്നിരുന്നത് 1ഉം 2ഉം ശരിയെന്നാണ്. കാര്യം ഇത് കൊല്ലം മുതൽ കോട്ടപ്പുറം അല്ല, ഇപ്പൊ എവിടെയാണ്? കോഴിക്കോടാണ്. അപ്പൊ നമുക്കിത് ശരിയെന്ന് പറയാൻ പറ്റും. അപ്പൊ ഇവിടെ ഏതാണ്? 1, 2 ശരി. കേരളത്തിന്റെ കിഴക്കൻ മേഖലയിലൂടെയാണ്. നമുക്കറിയാം തീരദേശം എന്ന് പറയുന്നത് പടിഞ്ഞാറൻ മേഖലയിലാണ്. കിഴക്കൻ മേഖലയിൽ എന്തായാലും വരില്ല. ആൻസർ ആയിട്ട് തന്നിരുന്നത് ഓപ്ഷൻ സി 1 and 2 ആണ്. കേരളത്തിലെ ഭൂവിഭാഗമായ മലനാടിനെ കുറിച്ച് ശരിയായ പ്രസ്താവനകൾ. സുഗന്ധവിളകൾക്ക് അനുയോജ്യമാണ്. മലനാട്ടിലാണ് നമുക്കറിയാം ഏറ്റവും കൂടുതൽ സുഗന്ധവിളകളൊക്കെ ഉള്ളത്. അപ്പൊ ഇത് ശരിയാണ്. ധാരാളമായി മഴ ലഭിക്കുന്ന പ്രദേശമാണ്. ഓക്കെ, അതും ശരിയാണ്. ഇനി ഇവിടെ 30°C മുകളിൽ താപനില അനുഭവപ്പെടുന്നു. നമുക്കറിയാം മലനാട്ടിലേക്ക്, മലമ്പ്രദേശത്തേക്ക് ചെല്ലുമ്പോൾ എന്താണ്? നല്ല തണുപ്പായിരിക്കും അല്ലെ? അപ്പൊ എന്തായാലും ഇത് ആൻസർ ആയിട്ട് വരാൻ ചാൻസ് ഇല്ല. അപ്പൊ നോക്കിക്കേ, 3 അല്ല എന്ന് അറിയുമ്പോൾ തന്നെ നമുക്ക് എല്ലാം കട്ട് ചെയ്യാമോ? ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്. കേരളത്തിന്റെ കടൽ തീരവുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന. 580 കിലോമീറ്റർ നീണ്ടു കിടക്കുന്നതാണ് കേരളത്തിന്റെ തീരപ്രദേശം എന്ന് പറയുന്നത്. ശരിയാണ്. തീരപ്രദേശം ഇല്ലാത്ത ജില്ലയാണ് പാലക്കാട്. അതും ശരിയാണ്. പാലക്കാട്, അതേപോലെ പത്തനംതിട്ട, ഇടുക്കി, വയനാട്, കോട്ടയം. ഈ 5 ജില്ലകൾക്കാണ് എന്താ? തീരപ്രദേശം ഇല്ലാത്തത്. കേരളത്തിന്റെ വിനോദസഞ്ചാര മേഖലയിൽ തീരദേശം നിർണായകമായ പങ്ക് വഹിക്കുന്നു. ശരിയാണ്.
680 കിലോമീറ്റർ നീണ്ടു കിടക്കുന്നതാണ് കേരളത്തിന്റെ തീരപ്രദേശം. ഓക്കെ, അപ്പൊ ഒന്നുകിൽ ഏതായിരിക്കും നോക്കിക്കേ, ഈ രണ്ടും ഒരേപോലത്തെ സ്റ്റേറ്റ്മെന്റ് ആണ് അല്ലെ, ഒന്ന് 550 ഒന്ന് 650, ഒന്നുകിൽ ഒന്നായിരിക്കും ശരി, നമുക്ക് വേണ്ട തെറ്റാണ്, ഒന്നുകിൽ ഒന്ന് തെറ്റായിരിക്കും അല്ലെങ്കിൽ 4 തെറ്റായിരിക്കും. ഇവിടെ ആൻസർ എന്ന് പറയുന്നത് ഏതാണ്? ഓപ്ഷൻ സി 4 നമ്മുടെ തെറ്റായ പ്രസ്താവന എന്ന് പറയുന്നത്. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായ പ്രസ്താവന. ഭാരതപ്പുഴയാണ് കേരളത്തിലെ ഏറ്റവും നീളമുള്ള നദി. ആണോ? അല്ല, നമുക്കറിയാം പെരിയാറാണ്. കേരളത്തിൽ പടിഞ്ഞാറോട്ട് ഒഴുകുന്ന നദികൾ 41 ഓക്കെ, അത് ശരിയല്ലേ? 41 നദികളാണ് പടിഞ്ഞാറോട്ട് ഒഴുകുന്നത്. പാമ്പാർ, കബനി, ഭവാനി എന്നീ നദികളാണ് കിഴക്കോട്ട് ഒഴുകുന്നത്. ഇതും ശരിയാണ്. അപ്പൊ ആൻസർ ആയിട്ട് വരേണ്ടത് ഓപ്ഷൻ ഡി 2ഉം 3ഉമാണ് ആൻസർ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കേ, എന്താ പറഞ്ഞിരിക്കുന്നത്? കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം ഏതാണ്? ശാസ്താംകോട്ട കായലാണ് അല്ലെ ഏറ്റവും വലിയത്. താഴെ കൊടുത്തിട്ടുള്ളവയിൽ തെറ്റായ പ്രസ്താവന. കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതിയാണ് പള്ളിവാസൽ. ശരിയാണ്. നമുക്ക് വേണ്ട തെറ്റാണ്. ശരിയായ പ്രസ്താവനയാണ്. പള്ളിവാസൽ ജലവൈദ്യുത പദ്ധതി ഇടുക്കി ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ശരിയാണ്. പമ്പ നദിയിലാണ് പള്ളിവാസൽ ജലവൈദ്യുത പദ്ധതി. ആണോ? അല്ല, പമ്പയല്ല, അത് എവിടെയാണ്? പെരിയാറിലാണ് പള്ളിവാസൽ ജലവൈദ്യുത പദ്ധതി. അപ്പൊ തെറ്റായ പ്രസ്താവന എന്ന് പറയുന്നത് ഓപ്ഷൻ എ ഏതാണ്? നമുക്കറിയാം മുതിരപ്പുഴ, പെരിയാറിന്റെ പോഷക നദിയായ മുതിരപ്പുഴയിലാണ് പള്ളിവാസൽ ജലവൈദ്യുത പദ്ധതി. ഓപ്ഷൻ എ 3 മാത്രമാണ് ഇവിടെ തെറ്റെന്ന് പറയുന്നത്. ഇരവികുളം ദേശീയോദ്യാനവുമായി ബന്ധപ്പെട്ട് താഴെ സൂചിപ്പിക്കുന്നവയിൽ ശരിയായ പ്രസ്താവന. കേരളത്തിലെ ആദ്യ ദേശീയോദ്യാനമാണ്, ഇടുക്കി ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്. സിംഹവാലം കുരങ്ങുകളെ കാണാൻ കഴിയുന്നു. സിംഹവാലം കുരങ്ങുകളെ കാണാൻ കഴിയുന്നത് എവിടെയാണ്? സൈലന്റ് വാലിയിലാണ്. ഓപ്ഷൻ എ 3 ഇവിടെ തെറ്റുന്നത്. നമുക്ക് വേണ്ടത് ശരിയല്ലേ? ഉണ്ടോ? എങ്ങനെയാണ് നമുക്ക് തെറ്റിപ്പോണത്? അപ്പൊ ഏതാണ്? ഓപ്ഷൻ ഡി 1ഉം 2ഉമാണ് ഇവിടെ ശരിയായ പ്രസ്താവന എന്ന് പറയുന്നത്. കേരളത്തിലെ ഏറ്റവും വലിയ ജില്ലയാണ് ഇടുക്കി. ഏറ്റവും ചെറുത് ഏതാണ്? നമ്മുടെ ആലപ്പുഴ ജില്ലയാണ്. ഓക്കെ, അപ്പൊ ഏകദേശം ഒരു 80ഓളം ക്വസ്റ്റ്യൻസ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ബാക്കി പോർഷനുമായിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. അപ്പോൾ ഇനി ഉണ്ട് ഒത്തിരി ക്വസ്റ്റ്യൻസ്. നമുക്കറിയാം ഓരോ ചാപ്റ്റേഴ്സ്, ഓരോ ക്വസ്റ്റ്യൻ പേപ്പറും നമുക്ക് അനലൈസ് ചെയ്യുമ്പോഴും ഒത്തിരി ക്വസ്റ്റ്യൻസ് നമുക്ക് കളക്ട് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്. അപ്പം ഞാൻ ഓരോന്നോരോന്നായിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഇപ്പോൾ വീഡിയോയുടെ ലെങ്ത് കൂടി വരുവാണ്. അപ്പം നമുക്ക് എന്ത് ചെയ്യാം, ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. താങ്ക്